അത്ഭുതകരമായ നിരവധി പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്നതാകുന്നു പ്രകൃതിയിലെ അതുല്യ പ്രതിഭാസങ്ങളിലൊന്നായ മഴ. ഇതിനെ മനുഷ്യനിലെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നതിനും അവരുടെ മനസ്സുകളെ ശാന്തമാക്കുന്നതിലേക്കും ഒരു പ്രധാന പങ്കിനെ വഹിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് നിങ്ങൾ സ്വസ്ഥമായിരിക്കൂ എന്ന ഒരു സന്ദേശത്തെ പകർന്നു നൽകുന്നതിനായി മഴയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾക്ക് ഏതെല്ലാം വിധത്തിലെല്ലാം സാധ്യമാകുന്നുണ്ട് എന്നും മഴക്കാലം നമ്മളിലെ ഉറക്കത്തെ കൂടുതൽ സുഖകരമാക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നുമുള്ള കാര്യങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മനുഷ്യ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കാൻ ശബ്ദത്തിനുള്ള കഴിവിനെപ്പറ്റി നമുക്കെല്ലാം അറിവുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് മഴക്കാലം കൂടുതൽ ഉറങ്ങുന്നതിനായി ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നത്. തണുപ്പും സുഖകരമായതുമായ അന്തരീക്ഷവും മാത്രമല്ല ഈ കാലത്തെ ഉറക്കക്കൂടുതലിനുള്ള കാരണം. അതേപ്പറ്റിയെല്ലാം വിശദമായി തന്നെ നോക്കാം. നിരവധി വർഷങ്ങളിലൂടെ നിദ്രാവിദഗ്ധരും ഗവേഷകരും ചേർന്ന് നടത്തിയിട്ടുള്ള പഠനങ്ങൾ എല്ലാം തന്നെ മഴയുടെ ശബ്ദത്തെയും അത് മനുഷ്യരുടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തെയും ദൈർഘ്യത്തെയും എങ്ങനെയെല്ലാം ആണ് നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്നതിനെപ്പറ്റി വിശദമായ വിവരങ്ങൾ നൽകുന്നവയാണ്. വീടിന് പുറത്ത് മഴ പെയ്യുമ്പോൾ അത് പകൽ സമയമാണെങ്കിൽ പോലും ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് ഉറക്കം അനുഭവപ്പെടുന്നതിന് പിന്നിലും വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടെന്നും ഗവേഷകർ പറയുന്നു. ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. പൊതുവെ ഇരുണ്ട അന്തരീക്ഷമാണ് മഴക്കാലത്ത് ഉണ്ടാവുക. ഇത്തരത്തിലൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഇരുണ്ട അവസ്ഥയും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ ബ്രെയിൻ ഉറക്കത്തെ സഹായിക്കുന്ന മെലോട്ടോണിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കാരണമാകുന്നു. സാധാരണഗതിയിൽ രാത്രികാലത്ത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഈ ഹോർമോണെങ്കിൽ കൂടി മഴയുടെ ഇരുണ്ട അന്തരീക്ഷത്തിൽ ഈ രാസഘടകത്തെ തലച്ചോറ് പുറപ്പെടുവിക്കുന്നതോടെ നമ്മുടെ ശരീരം ക്ഷീണത്തിലേക്കും ക്രമേണ ഉറക്കത്തിലേക്കും വഴുതി വീഴുന്നതിനും കാരണമായി തീരുന്നു. മങ്ങിയ വെളിച്ചവും മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഉറക്കവുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടീനെ കണ്ണുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു കാരണമാകുന്നുണ്ട് എന്നും ചില പഠനങ്ങൾ പറയുന്നു. മിതമായ തോതിൽ പെയ്യുന്നതും വലിയ കാറ്റോ ഇടിയോ ഇല്ലാത്തതും 20 കിലോ ഹെർട്സ് ശബ്ദത്തിനുള്ളിൽ പെയ്യുന്നതുമായ മഴയ്ക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഗവേഷകരിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. മഴ പെയ്യുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു താളമുണ്ട്. അത് നമ്മളിലേക്ക് ഒരു താരാട്ട് പാട്ടിൻ്റെ അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാകയാൽ അതിലൂടെ സുഖകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സും അതിലൂടെ ശരീരവും ചെന്നെത്തുന്നതിനുള്ള കാരണമാകുന്നു. താളത്തിലുള്ള ഈ ശബ്ദത്തിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നതോടെ മറ്റു ചിന്തകൾ കുറയുന്നതിനും കാരണമാകുന്നു. ശാന്തമായ അവസ്ഥയിലേക്ക് എത്തുന്നതോടെ തലച്ചോർ ആൽഫ തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇതിലൂടെ ഉറക്കത്തിൻ്റെതായ അവസ്ഥയിലേക്ക് ശരീരം പ്രവേശിക്കുന്നതിനും കാരണമാകുന്നു. വളരെ വേഗത്തിൽ തന്നെ ഉറക്കം വരുന്നതിന് ഇത്തരത്തിലെല്ലാമാണ് മഴ ഒരു കാരണമാകുന്നത്. മഴയുടെ ശബ്ദം മറ്റെല്ലാ ശബ്ദത്തിനും മുകളിലായി നിലനിൽക്കുന്നതാണ്. ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ ഈ കാര്യമെല്ലാം മനസ്സിലാക്കാനും ആകും. എത്ര തിരക്കുള്ള ഒരു തെരുവിൽ ആണെങ്കിൽ പോലും മഴ പെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദം മറ്റെല്ലാ ശബ്ദങ്ങളെയും അതിലേക്ക് അലിയിച്ച് കളയുന്നതായും പൊതുവിലൊരു ശാന്തത അനുഭവപ്പെടുന്നതായും കാണാനാവും. ഇൻസോമനിയ പോലുള്ള ഉറക്ക പ്രശ്നങ്ങളെപ്പോലും പരിഹരിക്കുന്നതിൽ മഴയുടെ ശബ്ദം ഒരു പരിധിവരെ സഹായകരമാകുമെന്നും പറയപ്പെടുന്നു. ADHDയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇൻസോമനിയ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളിൽ നടത്തിയ ഒരു പരീക്ഷണം ചില കണക്കുകളെ വ്യക്തമാക്കുന്നതാണ്. ഈ കുട്ടികളിൽ 38% പേർക്കും മഴയുടെ ശബ്ദം ശ്രവിച്ചതിലൂടെ വേഗത്തിലുള്ള ഒരു ഉറക്കത്തെ ലഭ്യമായതായും കണ്ടെത്തുകയുണ്ടായി. ദീർഘനേരം കേട്ടാലും മടുപ്പുളവാക്കുന്നില്ല എന്നതും മഴയുടെ ശബ്ദത്തിൻ്റെ എടുത്തു കാട്ടാനാവുന്ന ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. പ്രകൃതി മനുഷ്യർക്കായി നൽകുന്ന ഒരു സ്വാഭാവിക റിലാക്സേഷൻ ടെക്നിക്കായും ഗവേഷകർ ഇതിനെ കണക്കാക്കി പോരുന്നു. നിങ്ങൾ സ്വസ്ഥമായിരിക്കൂ എന്ന് തലച്ചോറിനോട് അതിൻ്റെ ഒരു സ്വാഭാവിക പ്രതിഭാസം വഴി പ്രകൃതി ഒരു സന്ദേശം നൽകുന്നതായും ഇതിനെ പരിഗണിക്കപ്പെട്ടു വരുന്നു. ഒരു കംഫർട്ട് സോണിൻ്റെ സുരക്ഷിതത്തെ നൽകുന്നതാണ് അയവുള്ളതും സുഖകരവുമായ അവസ്ഥയെ സൃഷ്ടിക്കുന്ന ഈ ശബ്ദമെന്നും ഗവേഷകർ കണക്കാക്കുന്നു. തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായ ഒരു ശബ്ദമാണ് ഇത് എന്നതിനാൽ നമ്മുടെ തലച്ചോറിന് ഇതിനോട് ഒരു സഡൻ റെസ്പോണ്ടിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല എന്നതിനാൽ തന്നെ
ആകാംക്ഷ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുമില്ല. ആൻസൈറ്റിയെ കുറയ്ക്കുന്നതിനായും ഈ ശബ്ദത്തെ ഉപയോഗിക്കപ്പെട്ടു വരുന്നുണ്ട്. ഇതിനെ ഹെഡ്ഫോണിലൂടെ കേൾക്കുന്നതിലൂടെ നല്ല ഒരു ഉറക്കത്തെ ലഭിക്കുന്നതിനും സഹായകരമാണ്. കുടയിലേക്ക് വീഴുന്ന മഴയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് രാത്രികാലങ്ങളിൽ കേൾക്കുന്നതും നല്ല ഉറക്കത്തെ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. മഴയുടെ ശബ്ദം ശ്രദ്ധിക്കുന്നതിലൂടെ ക്രമാതീതമായ ഹൃദയമിടിപ്പ്, സ്ട്രെസ് തുടങ്ങിയ മാനസിക പിരിമുറുക്ക അവസ്ഥകളെ കുറയ്ക്കുന്നതിനും സഹായകരമാകുന്നു. ഇലകളിലേക്ക് വീഴുന്ന മഴയുടെ ശബ്ദം ശ്രവിക്കുന്നത് വീട്ടിലോ ഓഫീസിലോ ഉള്ള സമയത്ത് ഒരാൾ സംഭ്രമകരമായ ഒരു മാനസിക അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ പോലും ഇലയിലേക്ക് വീഴുന്ന മഴയുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ വ്യക്തിയുടെ മനസ്സ് ക്രമേണ റിലാക്സ് ആവുന്നതിനുള്ള സാധ്യതകളെയും പഠനങ്ങൾ എടുത്തു കാട്ടുന്നു. തലച്ചോറിലെ സെറാട്ടോണിൻ, ഡോപ്പോമൈൻ എന്നീ രാസഘടകങ്ങളെ ബാലൻസ് ചെയ്യുന്നതിന് സഹായകരമാകുന്നതായും ഇതിൻ്റെ പ്രത്യേകതയായി ഗവേഷകർ പറയുന്നു. ഒരാളിലെ മെച്ചപ്പെട്ട മാനസിക അവസ്ഥ, ഉറക്കവും ഉണർവും തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ന്യൂറോ ട്രാൻസ്മീറ്ററുകളാണ് ഇവ രണ്ടും. മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഹോർമോണുകളായ കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നിവയുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതിൽ മഴയുടെ ശബ്ദം പെട്ടെന്നും ആഴത്തിലുള്ളതുമായ ഉറക്കത്തിന് ഒരു കാരണമായി തീരുന്നു. 6 പ്രധാന കളർ നോയ്സുകളാണ് ഉള്ളതിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതും സ്വസ്ഥത നൽകുന്നതും മറ്റ് ശബ്ദങ്ങളെ തടയുന്നതും. മെച്ചപ്പെട്ട ഉറക്കത്തിന് സഹായകരമാകുന്നതായാണ് പിങ്ക് നോയ്സുകളെ കണക്കാക്കി വരുന്നത്. ഗവേഷകർ ഈ വിഭാഗത്തിലാണ് മഴയുടെ ശബ്ദത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓർമ്മകളുടെ ഒരു ഒഴുക്കിനെ നമ്മളിലേക്ക് എത്തിക്കുന്നതിനും പ്രത്യേകമായ ഒരു കഴിവുള്ള മഴയ്ക്ക് നമ്മൾ മനുഷ്യരുടെ ജീവിതവുമായുള്ള ബന്ധം മറ്റ് ഘടകങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നത് കൂടിയാണ്. മഴയിൽ നിന്ന് അഭയം തേടാൻ വേണ്ടി കൂടിയാണ് വീടുകളെ പ്രാചീന കാലം മുതലേ മനുഷ്യർ കണ്ടുവന്നിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മഴ ഒതുങ്ങിക്കൂടലിൻ്റെയും അഭയം തേടലിൻ്റെയും സുരക്ഷിതത്വ ബോധത്തിൻ്റെയും എല്ലാം ഒരു സിമ്പൽ കൂടിയായി മഴയെ കണക്കാക്കാനാവും. ഏകാന്തതയെ ഉൾപ്പെടുത്തുന്ന ഈ ശബ്ദം അലോസരപ്പെടുത്തരുത് എന്ന ഒരു സൂചനയും നൽകി വരുന്നുണ്ട്. പുരാതന കാലം മുതലേ തന്നെ മഴയുടെ ശബ്ദം നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുന്നതിനും നല്ല ഉറക്കത്തിനുമായി സഹായിച്ചു വരുന്നു. ധ്യാനം പോലെയുള്ള കാര്യങ്ങൾക്കായാലും പലരും ഈ ശബ്ദത്തെ ഉപയോഗിച്ചു വരുന്നതും ശാന്തതയെ കൈവരിക്കുന്നതിനുള്ള ഇതിൻ്റെ പ്രയോജനത്തെ മനസ്സിലാക്കിയിട്ടുള്ളതിനാലാണ്. തലമുറകളായി മനുഷ്യവംശത്തിന് സുപരിചിതമായതാണ് മഴയുടെ ശബ്ദം. പ്രകൃതിയുടെ അമൂല്യമായ ഈ വരദാനം നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ജീവജലം പ്രദാനം ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ മാനസിക അവസ്ഥകളെപ്പോലും സ്വാധീനിക്കുകയും ചെയ്യുന്നു. വനങ്ങൾ, കടൽ, മഴ ഇതെല്ലാം പ്രകൃതി മനുഷ്യർക്കായി കരുതി വച്ചിരിക്കുന്ന അമൂല്യ സമ്പത്തുകളാകുമ്പോൾ ഓരോ പ്രതിഭാസങ്ങൾ വഴിയും അത് തൻ്റെ സൃഷ്ടികളുടെ സുരക്ഷിതത്വത്തെ എല്ലാ തലങ്ങളിലും ഉറപ്പുവരുത്തുകയും ചെയ്യും.